വസ്ത്രം കൊണ്ട് സ്ത്രീകൾ പൊതുസ്ഥലങ്ങളിൽ മുഖം മൂടണം എന്ന് ഇസ്ലാമിലോ ഖുറാനിലോ പറഞ്ഞിട്ടില്ല. ബീഹാറിൽ ഹിജാബ് നിരോധിക്കണമെന്ന ആവശ്യം ശക്തമാക്കിക്കൊണ്ട് ബിജെപിയുടെ മീഡിയ ഇൻചാർജായ ഡാനിഷ് ഇക്ബാൽ രംഗത്ത്. പ്രത്യേകിച്ച് പൊതുസ്ഥലങ്ങളിലും സർക്കാർ ജോലികളിൽ പോലും പോളിംഗ് സ്റ്റേഷനുകളിലും ഹിജാബ് ധരിക്കുന്നത് നിരോധിക്കണമെന്ന ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഹിജാബുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ നടന്നിട്ടുണ്ട്. സ്കൂളുകളിൽ നിന്നും ഹിജാബ് നിരോധിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പ്രക്ഷോഭങ്ങളടക്കം നടന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വലിയ പ്രശ്നമായി തന്നെ, അല്ലെങ്കിൽ ഇത്തരം ഒരു നേതാവ് ഈ പ്രസ്താവന നടത്തുന്നത് എല്ലാവരിലും ആശ്ചര്യം സൃഷ്ടിക്കുന്നു എന്നതാണ് വിലയിരുത്തൽ പുറത്തുവരുന്നത്. മാത്രമല്ല, ഇസ്ലാമിൽ ഇത് വലിയ കോളിളക്കം സൃഷ്ടിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇങ്ങനെയാണ്: പൊതുസ്ഥലങ്ങളിലും സർക്കാർ ജോലികളിലും പോളിംഗ് സ്റ്റേഷനുകളിലും ഹിജാബ് ധരിക്കുന്നത് നിരോധിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള ഇസ്ലാമിലോ ഖുറാനിലോ എവിടെയും തന്നെ കറുത്ത വസ്ത്രം ധരിക്കണമെന്നോ മുഖം മുഴുവൻ മറയ്ക്കണമെന്നോ പറയുന്നില്ല എന്നും ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്ലാമിൽ പർദ്ദയെക്കുറിച്ച് പരാമർശമുണ്ട്, പക്ഷേ മാന്യതയോടെ മുഖം മറയ്ക്കുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല. അതുപോലെ മുസ്ലിം സ്ത്രീകൾ 4 ചുവരുകൾക്കുള്ളിൽ തന്നെ ഒതുങ്ങി നിൽക്കണമെന്ന് പ്രതിപക്ഷം എല്ലായ്പ്പോഴും തന്നെ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അവർ മുഖ്യധാരയിൽ ചേരണമെന്ന് പ്രതിപക്ഷം ഒരിക്കൽ പോലും ആഗ്രഹിക്കുന്നില്ല എന്നവിടെ അദ്ദേഹം എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, നിതീഷ് കുമാർ ഹിജാബ് നീക്കം ചെയ്ത സ്ത്രീ കൊൽക്കത്തയിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നും അവർ ബീഹാറിൽ തന്നെ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യണമെന്നും ഇവർ പറയുകയാണ് ചെയ്തിരിക്കുന്നത്. നിതീഷ് കുമാർ സ്ത്രീകളുടെ അഭ്യുദയകാംക്ഷിയാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി മുസ്ലിം സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ സമുദായത്തിലെ പെൺകുട്ടികൾ ഡോക്ടർമാരാകുന്നതിനും നിയമ കത്തുകൾ സ്വീകരിക്കാൻ വരുന്നതും അത് അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ നിതീഷ് കുമാർ ഹിജാബ് ധരിച്ച ഒരു പെൺകുട്ടിയുടെ ഹിജാബ് നീക്കം ചെയ്യാൻ നടത്തുകയും അത് വലിയ രീതിയിൽ ചർച്ചകൾ നടത്തുകയും അത് വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചതിന് പിന്നാലെയാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തിക്കൊണ്ടിപ്പോൾ BJPയുടെ IT ഇൻചാർജ് മേധാവി കൂടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം പല രാജ്യങ്ങളിലും ഹിജാബ് ഉൾപ്പെടെയുള്ള ശിരോവസ്ത്രങ്ങൾക്ക് പല രീതിയിലുമുള്ള വിലക്കുകളും നിരോധനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണ് മാത്രം പുറത്തു കാണുന്ന രീതിയിലുള്ള മുഖാവരണം അഥവാ നിഖാബ് ധരിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്കെതിരെ നടപടിയുമായി തന്നെ പല ഗൾഫ് രാജ്യങ്ങളടക്കം, അതായത് പ്രത്യേകിച്ച് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അടക്കം രംഗത്ത് വന്നത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയൊരു കാര്യമാണ്. അതേപോലെ ഹിജാബ് മറയ്ക്കുക എന്ന അർത്ഥമുള്ള ഒരു അറബി വാക്കാണ്. മറയ്ക്കുക, മറ, മൂടുപടം, അഭയസ്ഥാനം എന്നൊക്കെയാണ് ഈ ഒരു ഹിജാബ് എന്ന വാക്കിലെ അർത്ഥങ്ങളായി പറയുന്നത്. അറബി സംസാരിക്കുന്ന രാജ്യങ്ങളിലും പാശ്ചാത്യ നാടുകളിലും പൊതുവെ തന്നെ ഹിജാബ് എന്ന വാക്ക് കൊണ്ട് പരാമർശിക്കുന്നത് സ്ത്രീകളുടെ ശരീരവും തലയും മറയ്ക്കുക എന്നതാണ്. ഇസ്ലാമിൽ ഹിജാബിന് ഒതുക്കം, വിനയം, സ്വഭാവശുദ്ധി, സന്മാർഗം എന്നീ അർത്ഥങ്ങളാണുള്ളത്. ഇസ്ലാം മുസ്ലിം സ്ത്രീകൾക്കാകട്ടെ നിർബന്ധമാക്കിയ വസ്ത്ര സംവിധാനം കൂടെയാണ് ഹിജാബ് എന്നത്. ഇത് ഏതെങ്കിലും പ്രത്യേക വസ്ത്രത്തിന്റെ പേരല്ല, മറിച്ച് മുഖവും കൈകളും ഒഴികെ തന്നെ എല്ലാം മറയ്ക്കുന്നു എന്ന വസ്ത്രവും ഏതൊരു വസ്ത്രവും ഹിജാബിന്റെ പരിധിയിൽ വരുന്നതാണ്. ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനു മുന്നേയും ഒരുപാട് തർക്ക വിഷയങ്ങൾ വിവിധ സ്ഥലങ്ങളിലായി തന്നെ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോ രാജ്യങ്ങൾക്കും ഹിജാബ് വിഷയത്തിൽ അവരുടെ പല തലത്തിലുള്ള നിലപാടുകളാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു നിലപാടിനെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരുന്നത്, അങ്ങനെ നോക്കുകയാണെങ്കിൽ 2 വർഷം മുൻപ് ഇറാനിൽ ഉണ്ടായ ഒരു വിഷയം ഇവിടെ എടുത്തു പറയേണ്ടി വരും. ഒരിക്കൽ ഹിജാബ് ശരിയായി ധരിക്കാത്തതിൻ്റെ പേരിലാണ് അവിടെ ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ട സംഭവം പോലും റിപ്പോർട്ട് ചെയ്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.